വിധിയായി കൂടെയോ താൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേക്കുന്നത്? എൻ്റെ ഭർത്താവ് മരിച്ചെന്നും കരുതി എൻ്റെ അടുത്ത് എന്ത് വേലത്തരം നടക്കുമെന്നോ? ഭാസ്കർ മരിച്ചെങ്കിൽ പോലും ഞാൻ എന്നും അയാൾക്ക് മാത്രമായിരിക്കും. താൻ മായയുടെ ഭർത്താവായതുകൊണ്ട് മാത്രമാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ തനിക്ക് തക്കതായ മറുപടി തന്നെ. നടന്നില്ലല്ലോ. എന്തായാലും നിന്നെ ഞാൻ എടുത്തോളാം. നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ. കൊണ്ട് എന്തായാലും ഇനി ഇവിടെ ശരിയാവില്ല. വേറെ എങ്ങോട്ടെങ്കിലും ഇന്ന് തന്നെ പോകണം. അതാ നമുക്ക് രണ്ടുപേർക്ക് നല്ലത്. മായ, എടാ, ഞാനും കുഞ്ഞി ഇവിടെ നിന്ന് പോകും. എങ്ങോട്ടാ എന്നൊന്നും നീ ചോദിക്കരുത്. അത് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. എങ്ങോട്ടെങ്കിലും ഞങ്ങൾ പോകും. ഇന്ന് തന്നെ ഇവിടെ ഇറങ്ങും. അല്ല താര, ഇപ്പൊ നീ പോകാൻ വേണ്ടി മാത്രം എന്താ സംഭവിച്ചേ? എന്താ പ്രശ്നം? അത് പിന്നെ താര, ഐ എം സോറി. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു? താര, ഐ എം റിയലി സോറി. നീ പറഞ്ഞത് ശരിയാ. ഇവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. നിനക്ക് ഇനിയൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഞാൻ എങ്ങനെ സഹിക്കും? ഇനി അയാൾ ഇങ്ങനെ ഓരോന്നും എന്നോട് ചെയ്യില്ല എന്ന് ആര് കണ്ടു? ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഈ കാലത്ത്. അതെനിക്കിപ്പോൾ മനസ്സിലായി. അല്ല, നീ ഇപ്പൊ പോയാ എങ്ങോട്ടാ? ഈ കുഞ്ഞിനെ വെച്ച് ഈ രാത്രി എവിടേക്കാ നീ? അതാ എൻ്റെ പേടി, അതാ എൻ്റെ ടെൻഷൻ. എങ്ങനെയാ താരാ? ഞാൻ ഇറങ്ങുവാടാ, ഇത് നിൽക്കുന്നില്ല. മോളെ, നീ ഏതാ? നിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. നീ എവിടെ നിന്ന് വരുവാ? ഞാനല്പം ദൂരെ നിന്നാണ് വരുന്നത്. ശരി, മോളെന്തായാലും അകത്തേക്ക് കയറുവാ. എന്റെ പേര് താരാന്ന്. അല്ല, താരക്ക് എങ്ങോട്ടേക്കാ പോകേണ്ടത്? അതെനിക്ക് അറിഞ്ഞൂടാ. ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എങ്ങോട്ടേക്കാ പോകണ്ടെന്ന്. മോളിങ്ങനെ കരയാതെ. എന്താ മോളെ പ്രശ്നം? പറയാൻ പറ്റുന്നതാണെങ്കിൽ താരമോക്ക് ഞങ്ങളോട് അത് പറയാം. ഈശ്വര, ഇത്രയും പ്രശ്നങ്ങളോ? താനെന്തായാലും കരയാതെ. തനിക്കിന്ന് മുതൽ ഞങ്ങളുടെ കൂടെ നിൽക്കാം. അത്യാവശ്യം സൗകര്യമുള്ള ഒരു വീടും കഴിക്കാൻ ഭക്ഷണവും തനിക്ക് അവിടെ നിന്ന് ലഭിക്കും. അതെ, മോളിങ്ങനെ കരയാതെ. എന്തായാലും മോള് ഞങ്ങളുടെ കൂടെ വരൂ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സന്ധ്യയെ, നീ കട പൂട്ട്. അതിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. താനിപ്പോ ഞങ്ങളുടെ കൂടെ വാ. അല്ല, സന്ധ്യ ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. എൻ്റെ പേര് കൃഷ്ണദാസ്. ഇതെൻ്റെ ഭാര്യ സന്ധ്യ. പിന്നെ ഈ നിൽക്കുന്ന രണ്ട് ഞങ്ങളുടെ മക്കളാ, ഹൃദ്യയും റോഹനും. മക്കളെ, ഇത് ഇന്നു മുതൽ നിങ്ങളുടെ ആൻറ്റിയാ.
മക്കളെ. കുഞ്ഞിൻ്റെ പേര് നിർണവെന്ന, നിച്ചു എന്ന് വിളിക്കും. ഇതുവരെ ആയിട്ടും നിരൺ എത്തിയില്ലേ? ഞാൻ വിളിച്ചപ്പോ എത്താറായി എന്നാ പറഞ്ഞത്. എന്തായടോ ഇവിടെ? ഫോറൻസിക്കുകാർ വന്നു? അതെ സാർ, ഫോറൻസിക് വന്ന് സാമ്പിൾ എടുത്തിട്ട് ഇപ്പോൾ പോയതേ ഉള്ളൂ. ഓക്കെ, എന്നാൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്ക്. പിന്നെ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് ഉണ്ടോ എന്നൊന്നുകൂടി ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. യെസ് സാർ. ശരി, എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ സാർ. നിരൺ സർ, സാറിനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഹാ ശരി, ഞാൻ വരുക. ആഹാ, റോഹ നീ ആയിരുന്നു? ഹലോ, പിന്നെ നീ ആരാന്നാ കരുതിയത്? നിന്നെ എത്ര നാളായി കണ്ടിട്ട്. നീ ഇപ്പോൾ ഭയങ്കര വലിയ തിരക്കുള്ള പോലീസാണല്ലോ. നമ്മൾ പാവം വക്കീലിനെയൊക്കെ ആര് തിരക്കാൻ, ആരറിയാൻ? മതിയടാ എന്നെ ഇട്ടൂക്കിയത്. നിനക്കറിയാവുന്നതല്ലേ എൻ്റെ തിരക്ക്. ഞാൻ ചുമ്മാ പറഞ്ഞതാടാ. എന്തായാലും നീ വീട്ടിലൊന്ന് വരണം. അമ്മ നിന്നെയും താരാൻ്റീനെയും കാണണമെന്ന് കുറേ ആയി പറയുന്നു. ആടാ ഇറങ്ങാം. അല്ല, നീ എന്താ ഇവിടെ? എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് വന്നതാടാ, ഈ കേസിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. ആ, പറഞ്ഞ പോലെ നീ വക്കീലായിരുന്നല്ലോ. അതെ. നീ സ്റ്റേഷനിലോട്ടാണേൽ എൻ്റെ കൂടെ വാ, ഞാൻ അങ്ങോട്ടേക്ക് പോവാം.
ആടാ ഞാനും അങ്ങോട്ടേക്കാണ്. എടാ പിന്നെ കഴിഞ്ഞ ദിവസം അർണവിനെ പറ്റി തിരക്കുന്ന കാര്യം അമ്മ എന്നോട് പറഞ്ഞു. അതിനെനിക്ക് നിൻ്റെ ഹെൽപ്പ് കൂടി വേണം. ഈ ഒരു കേസിൻ്റെ കൂടെ അതും കൂടെ നീ ഒന്ന് ചെറുതായിട്ട് അന്വേഷിക്കണം. ആടാ നമുക്ക് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും കണ്ടെത്താം അവനെ. നിരൻ, ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ പറ്റി പറയാൻ വിളിച്ചതായിരുന്നു. ഡോക്ടർ പറയൂ. നിരൻ, മരിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ കുരുക്കിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ പാടുണ്ടായിരുന്നു. പിന്നെ മരിച്ചിരിക്കുന്ന പെൺകുട്ടി ഒരു ബികോം സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. കുട്ടിയുടെ മാതാപിതാക്കൾ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. ഓക്കെ ഡോക്ടർ, എന്തായാലും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് എനിക്ക് കൂടി സെൻഡ് ചെയ്തേക്കും. എന്താടാ ഡോക്ടർ പറഞ്ഞത്? ആ മരിച്ച പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ആ കുട്ടിയെ കഴുത്തിൽ കുരുക്കിട്ടാണ് കൊന്നത്. പിന്നെ ആളൊരു ബികോം സ്റ്റുഡൻ്റ് ആണ്. ആളെ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. ഓ ഓക്കെ, ഫാമിലി ഐഡൻറ്റിഫൈ ചെയ്തല്ലേ? അതേടാ. എന്തായാലും നമുക്ക് വേണ്ട ഇൻഫർമേഷനൊക്കെ കിട്ടിയല്ലേ. ഇനി ബോഡി ഫാമിലിക്ക് വിട്ടുകൊടുക്കാമല്ലോ. അതെ, ഇനി ബോഡി വെക്കേണ്ട കാര്യമില്ല. പേരൻസ് ഐഡന്റിഫൈ ചെയ്ത സ്ഥിതിക്ക് ബോഡി അവർക്ക് വിട്ടുകൊടുക്കണം. ഹലോ അമ്മേ, എന്താ വിളിച്ചേ? മോനെ, ഡോക്ടർ വിഘ്നേഷ് മരിച്ചു. എന്താ മരണകാര്യമൊന്നും ആർക്കും അറിയില്ല. ആണോ? അതാരാ സത്യത്തിൽ? അമ്മ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അതെ, നമ്മളെ ഒത്തിരി സഹായിച്ച ഡോക്ടറായിരുന്നു. പാവം. അയാളുടെ ആയുസ് അത്രേ ഉണ്ടായിരിക്കത്തുള്ളാവും. ഞാനിതിനെപ്പറ്റി അറിഞ്ഞില്ല. പിന്നെ നല്ല മനുഷ്യരെ ദൈവം പെട്ടെന്ന് വിളിക്കുമല്ലോ, അങ്ങനെ ഒരു സമാധാനിക്കാം. നമസ്കാരം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത. വൈറ്റി ഹോസ്പിറ്റലിലെ റിട്ടയർഡ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ വിഘ്നേഷ് ദാരുണ നിലയിൽ കൊല്ലപ്പെട്ടതായി കണ്ടെത്തി. വളരെയധികം ടോർച്ചർ ചെയ്താണ് അയാളെ കൊന്നിരിക്കുന്നത്. പഴയ പൊട്ടിപ്പൊളിഞ്ഞ പാലയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പരിസരത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്.